ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മാവ് കുഴക്കാതെ പരത്താതെ നമുക്കൊരു ഈസി ആയിട്ട് ചിക്കൻ റോൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം റോള് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 സവാള കുഞ്ഞതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിൻ്റെ ഇല, മല്ലിയിലയും കൂടി കട്ട് ചെയ്തതാണ്. അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയുള്ള ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അത് ഇതിലോട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് നമ്മൾ ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചിക്കൻ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് വേണ്ടിയിട്ട് ദോശയ്ക്കുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ഗ്ലാസ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു എഗ്ഗ് ഞാൻ ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എഗ്ഗ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് ലൂസായിട്ടുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കുക. അങ്ങനെ നല്ല ലൂസായിട്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് 2 ഗ്ലാസ് വെള്ളം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള ദോശ തയ്യാറാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ ദോശ തയ്യാറാക്കി എടുക്കാം. നല്ല നൈസായിട്ട് വേണം നമ്മുടെ ദോശ തയ്യാറാക്കി എടുക്കാൻ. ഒട്ടും കട്ടിയില്ലാണ്ട് വേണം ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഈ ദോശൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗത്തുനിന്നും മടക്കി കൊടുക്കുക. ഈ മസാലയുടെ മുകളിലോട്ടായിട്ട് 2 ഭാഗത്തുനിന്നും മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ മുകൾ വശത്ത് നിന്ന് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം ചെയ്തെടുക്കാൻ. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എഗ്ഗ് അല്ല എടുത്തിട്ടുള്ളത്. എഗ്ഗ് വെച്ചിട്ടല്ല ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. എഗ്ഗിന് പകരം ഞാനിവിടെ ഒരു ബാറ്ററാണ് തയ്യാറാക്കി എടുക്കുന്നത്. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസായിട്ടുള്ള രീതിയിലൊന്ന് കലക്കിയെടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ രീതിയിൽ വേണം ഒന്ന് കലക്കിയെടുക്കാൻ. ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കുക. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റോള് നമ്മുടെ ഈ മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസ് ഇല്ലാത്തൊരു കുഴപ്പമില്ല, റസ്ക് ഉണ്ടെങ്കിൽ അത് പൊടിച്ചെടുത്താലും മതി. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ റോളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സാധാ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക.
അങ്ങനെ എല്ലാ വശം ഒരുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഈസിയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ റമദാനായാലും ഈവനിങ്ങിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോളും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഒന്നും മിസ് ചെയ്യാതെ കാണാം. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.